മിസ്റ്റർ സുമേഷ് പിന്നെ ഫ്രിഡ്ജിൽ പൊട്ടാറ്റോ കുറഞ്ഞിരിക്കണ്, പ്ലീസ് റീഫിൽ. മിസ്റ്റർ എഗ് കുറഞ്ഞിരിക്കണ്, റീഫിൽ. അത് പല രാജ്യങ്ങളും വന്നിട്ടുണ്ട്, ഇവിടെയും വരും വെരി സൂൺ. So what is the impact of technology in our life? Impact of technology in our life that people can enter in our privacy, can take every touch point from our mind and soul, and give us some goodies. As a startup founders, what we should do, we should take advantage of that. നിങ്ങൾക്ക് പോയിന്റ് കിട്ടിയ ഞാൻ വീണ്ടും അടുത്ത ഞാൻ പറഞ്ഞതുവരെ ഇമോഷൻസ് ഞാൻ പറഞ്ഞു. ഇമോഷൻസിൽ അഗ്രികൾച്ചർ സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം വാട്ട് യു ക്യാൻ ഡു ഇസ് യു ക്യാൻ ആക്ച്വലി ടെൽ ദം ടു സബ്സ്ക്രൈബ് ഫോർ യുവർ സർവീസ്. അതാണല്ലോ വേറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഗൂഗിൾ പേയിൽ പോയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാ? പിന്നെ ഇയർലി സബ്സ്ക്രിപ്ഷൻ ഇവർ ഫ്രീ വൗച്ചർ തരും, കണ്ടിട്ടുണ്ടാ? പ്രത്യേകിച്ച് ഏതാ കമ്പനി തരിക? ലെൻസ് കാർട്ട് അല്ലേ? ലെൻസ് കാർട്ടല്ലേ അത് തരിക? ലെൻസ് കാർട്ട് എന്താ വെച്ചാൽ യു ടേക്ക് ദിസ് സബ്സ്ക്രിപ്ഷൻ. അപ്പൊ എന്താണ് അവിടെ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്പർ 1 ഫാക്ടർ നിങ്ങൾ എഴുതിയെടുത്തോ, വിച്ച് ഇസ് കോൾഡ് CAC. വാട്ട് ഈസ് CAC? The cost of acquiring a customer should be very minimal. അതാണ് നിങ്ങൾ എപ്പോഴും ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് റൺ ടു മെറ്റാ പ്ലാറ്റ്ഫോം, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ്, ബ്ലാ 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 ഫോർ അക്വയറിംഗ് ദ കസ്റ്റമർ. എന്തുകൊണ്ട്? യു ഷുഡ് നോട്ട് ഡു ഇറ്റ് ബിക്കോസ് ദ കോസ്റ്റ് ഓഫ് അക്വയറിംഗ് ദ കസ്റ്റമർ, ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ എ ത്രഷോൾഡ്, ഓക്കെ, trust me, your startup is going to shut its door within 6 months. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യു ഷുഡ്, ഞാൻ നേരത്തെ പറഞ്ഞൊരു പരിപാടിന്റെ അതിനെ ഞാൻ 3 വാക്കാക്കി പറഞ്ഞുതരാം. എഴുതിത്തോളി, എഴുതുന്നവര് എഴുതിക്കോളിയും. ഇറ്റ് ഈസ് കോൾഡ് അൺഅവെയർ, മോസ്റ്റ് അവെയർ, പ്രോബ്ലം അവെയർ. ഈ 3 കാറ്റഗറിക്ക് നിങ്ങൾ കസ്റ്റമറിനെ വെട്ടണം. എന്താ ഞാൻ പറഞ്ഞേ? അൺഅവെയർ, പ്രോബ്ലം അവെയർ, സോറി, അൺഅവെയർ, പ്രോബ്ലം അവെയർ, മോസ്റ്റ് അവെയർ. എന്താ ഞാൻ പറഞ്ഞേ? അൺഅവെയർ. ഇനിയാണ് ഞാൻ രസമുള്ള കഥ പറയാൻ പോണത്. വെൻ യു ഗോ ടു മെറ്റ, ഇവിടെ ഫേസ്ബുക്ക് ആഡ്സ് ചെയ്യുന്ന ആരിലൊക്കെ ഉണ്ട്? ഓക്കെ. വെൻ യു ഹാവ് എ കാറ്റഗറി കോൾഡ് അൺഅവെയർ, യു അവെയർ ദം അബൌട്ട് ദ പ്രോബ്ലം, യു അവെയർ അബൌട്ട് ദ സിവിയറിറ്റി ത്രൂ ആഡ്സ്, ഓർ ത്രൂ ഓർഗാനിക് കണ്ടന്റ്, ഓർ ത്രൂ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, ഓർ ത്രൂ ചാനൽ മാനേജ്മെന്റ്. കിട്ടിയ? അപ്പൊ നിങ്ങൾക്ക് എന്തായി? ഇഫ് 10,000 people saw your ad, out of that ഒരു 5,000 people can interact with your thought. ഇനി ഞങ്ങൾക്ക് വേറെ കണക്ക് പറഞ്ഞുതരാ. ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. How many times a person should see a Facebook ad so that he can take a decision whether to buy your product or not? Sorry? No. Sorry? No, how many times I'm asking you? Number. 4 to 5 times ഇദ്ദേഹം പറഞ്ഞു. ഇയാൾ 2 times പറഞ്ഞു. ഓക്കെ, അത് ശരി തന്നെയാണ്. അടുത്തത് ഇത് രണ്ടുമല്ല. എന്നാ ഇയാൾ ഏകദേശം അടുത്തെത്തി. ഇദ്ദേഹം ഈസ് നിയർ ബൈ. നമ്പർ കിട്ടണം. ഇറ്റ്സ് 7 times. ഓക്കെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താണ്? ഇഫ് യു ആർ സ്റ്റാർട്ടിങ് എ സ്റ്റാർട്ടപ്പ് ആൻഡ് സം ഇഡിയറ്റ് ഈസ് ഗോയിങ് ടു ടെൽ യു ദാറ്റ് വിത്ത് 5,000 rupees you can do wonders, my dear friend, you are not going to do wonders. You will be doing wonders in your dreamland. നടക്കില്ല. And I will tell you why. എന്തുകൊണ്ടെന്നാൽ you are having 1,000 people who is going to fight that space in internet, in meta platform. അപ്പൊ അറ്റ്ലീസ്റ്റ് 7 പ്രാവശ്യം ഒരു കസ്റ്റമർക്ക് നിങ്ങളുടെ തോട്ട് പ്രോസസ് എന്താന്ന് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം അൺഅവെയർ സ്റ്റേജ് നിങ്ങൾക്ക് ചാടാൻ പറ്റില്ല. യു കാൺ ജംപ്. കിട്ടിയ? ബിക്കോസ് മൈ പാഷൻ റൈറ്റ് നൗ ഇൻ ഡിജിറ്റൽ ഈസ് ഡേറ്റ അനലിറ്റിക്സ്, AI ആൻഡ് മീഡിയ ബൈ. ഇന്നലെ ഇപ്പം ഇങ്ങോട്ട് വരുന്നതിന്റെ മുന്നേ അറൌണ്ട് 12:30 വരെ ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആൻഡ് ഐ വാസ് ടോക്കിംഗ് ടു ദീസ് പീപ്പിൾ അബൌട്ട് ദാറ്റ്. കാരണം എന്താ വെച്ചാൽ ഇത് ശരിക്കും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഏതൊരു മനുഷ്യർക്കും ഇന്ന് ക്യാൻ സ്റ്റാർട്ട് എ സ്റ്റാർട്ടപ്പ്, ഓക്കെ, can't scale.
അപ്പം ഞാനിതിൽ പറയാൻ പോണ അടുത്ത നമ്പറുകൾ എഴുതി വെച്ചോ. ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് if you have a digital presence also, how can you scale your product? How can you scale your product? നിങ്ങൾ ഏത് കമ്പനി നമ്പർ 1 ഡിജിറ്റൽ ചാനൽ ഉണ്ടാക്കിയാലും you can't scale your product, my dear friends, without distribution channel. ഉറപ്പിച്ചോ. ഞങ്ങൾക്കൊരു നമ്പർ പഠിപ്പിച്ചു തരാം. 50 കോടി ഏത് സ്റ്റാർട്ടപ്പിന് എത്താൻ എളുപ്പമാണ്? എനി പേഴ്സൺ ക്യാൻ ഡു. 100 കോടി എത്താൻ എളുപ്പമാണ്. 350 ചാടി കിട്ടാൻ എളുപ്പമല്ല. 1000 ഒരിക്കലും എത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഒരുവിധം കമ്പനികളൊക്കെ ചെയ്യുന്ന പണി എന്താണ്? ഒരു 350 ക്രോർസ്, ഒരു 100 ക്രോർസ്, 175 ക്രോർസ്, 230 ക്രോർസ്, ഈ നമ്പറിന്റെ എത്തിക്കഴിഞ്ഞ് ഇവർ പറയും വി ആർ റെഡി ഫോർ M&A. M&A എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മെർജർ ആൻഡ് അക്വിസിഷൻ. ഇപ്പൊ നിങ്ങൾ മിനിമലിസ്റ്റ് കണ്ടില്ലേ? വാട്ട് ദേ ഡിഡ്? നിങ്ങൾക്ക് കമ്പനി അറിയാം മിനിമലിസ്റ്റ്? കേട്ടിട്ടില്ല? യാ, മിനിമലിസ്റ്റ് അറിയില്ല? ഇറ്റ് ഈസ് എ പോസ്റ്റർ ബോയ് ഓഫ് കോപ്പി കാറ്റ് കമ്പനി വിച്ച് ക്യാൻ ബി സക്സസ്ഫുൾ ഇൻ ഇന്ത്യ. What they did is they copied a product called Ordinary in America. Same the Ordinary Doom. Same സാധനത്തിന് അവർ എന്ത് ചെയ്തു? നേരെ കൊടുത്തിട്ട് ഇന്ത്യയിൽ പൊസിഷൻ ചെയ്തു ആസ് എ മിനിമലിസ്റ്റ്. ഓക്കെ, അപ്പോ which they were having a revenue of around 350 crores, 250, ആ ഒരു ഏരിയയിലേക്ക് എത്തിയപ്പോ they did 10x valuation Doom. They sold to HUL. ഇത് ഞാൻ പറയാൻ കാരണം എന്താ? ഒരു ഓണ്ടർപ്രണർക്ക് 2 റൂട്ട് ഉണ്ട് സുഹൃത്തുക്കളെ. Either you can stand alone and run, otherwise you get a scale up, you sell. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യരുത്? ദിസ് ഇസ് മൈ പോസ്റ്റർ ബോയ്, ദിസ് ഇസ് മൈ ഡാർലിംഗ്, സോ ഐ ആം നോട്ട് ഗോയിങ് ടു സെൽ എന്ന രീതിയിൽ നിങ്ങൾ ഇരിക്കരുത്. അത് നിങ്ങൾ അഗ്രികൾച്ചറിലായാലും ശരി നിങ്ങൾ അത് ചെയ്യരുത്. കാരണം എന്താണ്? ഐ ടെൽ യു വൺ തിങ്, every time you're flooding your data, your ads, your information to the internet through social platforms, what happens is എന്താ സംഭവിക്കുക? ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പീപ്പിൾ വിൽ ഗെറ്റ് ഫെറ്റീഗ് അബൌട്ട് ദാറ്റ് പ്രൊഡക്റ്റ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇത് ചേഞ്ച് ചെയ്തു. അപ്പൊ ഞാൻ വീണ്ടും പറയാം, ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്? അൺഅവെയർ അല്ലേ? അൺഅവെയർ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളെ കുറിച്ച് ഒരു ഐഡിയയും കസ്റ്റമർക്കില്ല. നിങ്ങളെ കുറിച്ച് യാതൊരുവിധ ഐഡിയയും കസ്റ്റമർക്കില്ല. ആ കസ്റ്റമർക്ക് ഇല്ലാത്തതിന് വാട്ട് യു ആർ ഡൂയിങ്, യു ആർ ആക്ച്വലി educating the customer so that people can understand what you are into. Okay, ഇത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈ പറഞ്ഞത് ഞങ്ങൾക്ക് റെക്കോർഡ് എഴുതി എന്താ വെച്ചാൽ റെക്കോർഡ് ചെയ്യണ്ടല്ലോ. സോ വാട്ട് യു ക്യാൻ ഡു ഇസ് യു ക്യാൻ യൂസ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ്, ഇൻസ്റ്റാഗ്രാം ഫീഡ്സ്, ഓക്കെ, പ്ലസ് യൂട്യൂബിന്റെ ഷോർട്സ്, പ്ലസ് പോഡ്കാസ്റ്റ്, പ്ലസ് ഫേസ്ബുക്കിൽ ആ പോഡ്കാസ്റ്റ് തന്നെ ഇടുക, ഇൻഫ്ലുവൻസർ ക്യാമ്പയിൻസ്, പ്ലസ് the number 1 effective channel is called UGC ads. UGC എന്ന് പറഞ്ഞാൽ എന്താ? People are using that thing. ഇപ്പൊ ബ്ലിങ്കിറ്റും സെപ്റ്റോ എന്താ ചെയ്യുക? ഒരാള് ബ്ലിങ്കിറ്റിന്റെ വീട്ടിൽ വരുന്നു, he is giving the potato within 5 minutes, 6 minutes. He ordered, he gets that product in 5 to 6 minutes. ഇത് ഞാൻ ഈ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ പറയാൻ കാരണം എന്താ? If you don't have that scale, if you don't have that much scale with the physical stores, you can't scale up the product. You can't scale up the market. You can't scale up the industry. സ്റ്റാർട്ടപ്പിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുണ്ട? ഇനി ഞാൻ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. You want to brand a product in Instagram. What would be your secret sauce? ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം, B2B പ്രൊഡക്റ്റുകൾക്ക് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ പറ്റൂ? ഉപയോഗിക്കരുത്. B2B പ്രൊഡക്റ്റുകളില്ലേ, പ്ലീസ് ഡോണ്ട് ഗോ ടു ഇൻസ്റ്റാഗ്രാം. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ഹോൾസെയിലർ, ഡോണ്ട് ഗോ ദർ. വാട്ട് യു ഷുഡ് ഡു ഇസ് യു ക്യാൻ റൺ ഗൂഗിൾ ആഡ്സ്. കിട്ടിയ? യു ക്യാൻ റൺ ഗൂഗിൾ സെർച്ച് ആഡ്സ്. കണ്ടാ? അതെന്താ വെച്ചിട്ടാ 2 ടൈപ്പിൽ നമുക്ക് കൺസ്യൂമറിനെ ഡിവൈഡ് ചെയ്യാം. വൺ വിൽ ബി ബേസ്ഡ് ഓൺ ബിഹേവിയർ, നെക്സ്റ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ഇന്റന്റ്. കണ്ടാ? ഇന്റന്റ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? സം പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻ യുവർ സർവീസ്, ഈസ് ഈഗർ ടു നോ അബൌട്ട് യുവർ തിങ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ സാധനത്തിനെ കൊണ്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം. മറ്റേതാവുമ്പോഴോ, മെറ്റയിലാവുമ്പോഴോ യു ആർ പ്ലേയിങ് വിത്ത് ദ ഇമോഷൻ. ക്ലിയർ ആയ? യു ആർ പ്ലേയിങ് വിത്ത് ദ ഇമോഷൻ. വെൻ യു ആർ പ്ലേയിങ് വിത്ത് ദ ഇമോഷൻ, വാട്ട് യു ക്യാൻ ഡു ഇസ് 3 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. വൺ വിൽ ബി അൺഅവെയർ, നെക്സ്റ്റ് വിൽ ബി പ്രോബ്ലം അവെയർ. അവിടെ നിങ്ങൾ എങ്ങനെ കളിക്കുക? ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ ട്രിക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ പ്രോബ്ലം അവെയറിൽ
ഞാൻ നേരത്തെ ഒരു ഐഡിയ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ലേ? ആമസോണിൽ പോവുക, ഫ്ലിപ്കാർട്ടിൽ പോവുക, എല്ലാ റിവ്യൂസും നിങ്ങൾ മൈൻഡ് ചെയ്യുക, അവിടുന്ന് എല്ലാവിധ വിഷയങ്ങളും നിങ്ങൾ പഠിക്കുക. പഠിച്ചതിന് ശേഷം വാട്ട് യു ഷുഡ് ഡു ഇസ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പാറ്റേൺ, ടെൽ the audience where you are playing, tell them that I have positioned my product in a such a way that the market pain is not there when you are using my product. കിട്ടിയാ പോയിന്റ്? കിട്ടിയ നിങ്ങൾക്ക്? ദിസ് ഇസ് കോൾഡ് പ്രോബ്ലം അവെയർ. മോസ്റ്റ് അവെയർ എന്ന് പറഞ്ഞാൽ ഗിവ് ദം ഓഫർ. ഡിജിറ്റൽ മീഡിയത്തിൽ ഇഫ് യു വാണ്ട് ടു സെൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, for the first 3 cycles of your buying journey, give them offer. ഈ ഓഫറിന് ഒരു രസമുണ്ട്. ഓഫറിന് എന്താ രസം എന്ന് അറിയോ? ഫസ്റ്റ് യു ഗിവ് ദം 90% ഓഫർ, then you give them 65% offer, then you give them 55% offer, പിന്നെ you reduce it to 80%. അവിടെ ആ സമയം എത്തുമ്പോഴത്തേന് this person should understand that ഇതില്ലാതെ ഇയാൾക്ക് ജീവിക്കാൻ പറ്റില്ല. So you should focus on the quality content where you should play. Okay. ഇനി ഞാൻ വേറൊരു ടിപ്പും കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്. ഇപ്പൊ നമ്മൾ അഗ്രികൾച്ചർ സ്റ്റാർട്ടപ്പിന് നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആമസോണിലൂടെ വിറ്റ് പോകുന്ന അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എന്തായിരിക്കും? എന്തേലൊക്കെ ഒന്ന് പറയും. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ആമസോണിലൂടെയുള്ള ഫുഡ് ആൻഡ് വെജിറ്റബിൾസ്, പാക്കേജ്ഡ് ഫുഡ് ഐറ്റംസ് എന്തായിരിക്കും? ഇറ്റ്സ് കോൾഡ് ഗ്രൗണ്ട്നട്ട് ഓയിൽ ആൻഡ് മസ്റ്റർഡ് ഓയിൽ. ഓക്കെ, ഗ്രൗണ്ട്നട്ട് ഓയിൽ, മസ്റ്റർഡ് ഓയിൽ. അപ്പോൾ ഒരാൾ ചോദിച്ചു കോക്കനട്ട് അല്ലാണ്? കോക്കനട്ട് നമ്മൾ മലയാളികൾക്ക് മാത്രം, അതുകൊണ്ട് ഹിന്ദിക്കാരെ നമ്മൾ പറയാം നാരിയൽ പാനി നമ്മളെ കളിയൊക്കെ ചെയ്യും. അതെന്താ സംഭവിച്ചാൽ കോക്കനട്ട് പെനിട്രേഷൻ ഇസ് വെരി ലോ. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് എന്താ വെച്ചാൽ, വാട്ട് ഐ എം ടെല്ലിങ് യു ഇസ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഗ്രൗണ്ട്നട്ട് മസ്റ്റർഡ് ഓൺ അല്ലേ? ഓക്കെ. ഇനി യു വാണ്ട് ടു ബിക്കം പ്രോഫിറ്റബിൾ ഫ്രം ഡേ 1. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യും? ഹൗ വിൽ യു പ്രൈസ് യുവർ പ്രൊഡക്റ്റ്? സമയം കുറെ അതിക്രമിക്കണല്ലേ? എത്ര മിനിറ്റ് എടുക്കുക? ഓക്കെ. അല്ല, ഇക്കൊരു നമ്പർ കിട്ടണം. നിങ്ങൾ ഇന്റർനെറ്റിൽ ഒരു പ്രൊഡക്റ്റ് വിൽക്കണം എന്ന് വിചാരിക്കുക. വാട്ട് വുഡ് ബി ദ സക്സസ് ഫോർമുല? വേണ്ട, പോട്ടെ, ഞാൻ ഇന്റർനെറ്റ് അവിടെ മാറ്റി വെക്കാം. ഞാനൊരു വാച്ച് വിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, ആൻഡ് ഞാൻ ആ വാച്ച് എനിക്ക് കിട്ടുന്നത് ഹോൾസെയിലിൽ 100 രൂപക്കാണെന്ന് വിചാരിക്കും. ഞാൻ എത്രയ്ക്ക് നിങ്ങൾക്ക് തരണം? How should I sell that each piece to you? What will be that formula? ഒരുവിധം എല്ലാ സ്റ്റാർട്ടപ്പിലും തെറ്റിക്കുന്ന ഏരിയ ഉണ്ട്. നാളെ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞേ കേട്ടിട്ട് ഞാൻ അവസാനം ചോദിച്ചാൽ കൂട്ടുകൊണ്ട് എൻ്റെ ഉപ്പാക്ക് എങ്ങനെ ലാഭം കിട്ടും നിൽക്ക് മനസ്സിലായിട്ടില്ല മോളെ. കാരണം നിങ്ങളൊപ്പാക്ക് ലാഭം കിട്ടും എന്നാണ് പറഞ്ഞത്. എനിക്ക് വിശ്വാസമില്ല ഈ പൈസക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഡാറ്റ അദ്ദേഹം തന്നിട്ടില്ല. സോ വാട്ട് വിൽ ബി ദാറ്റ് എക്സ്? നോ സർ, ഇൻക്രീസ്. അത് വേണ്ട, അത് തല്ലി. It will be 3.5. Okay, but again, if you are selling that through Amazon, please increase it to 4.5. കാരണം എന്താ? Amazon has many cuttings. ഈ കട്ടിങ്സ് എല്ലാം കൂടി റെഡ്യൂസ് ചെയ്തതിന്റെ ശേഷം നിങ്ങൾക്കൊരു ലെവറേജ് ഫോർ 6 months പിന്നെന്താ പറയുക റണ്ണിങ് സൈക്കിൾ കിട്ടണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 to 4.5. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആമസോണിൽ നമുക്കൊരു പ്രൊഡക്റ്റ് വിൽക്കുന്നത് കണ്ടാൽ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ഇതിന്റെ യഥാർത്ഥ വില ഇതാണ്. അപ്പൊ ആമസോൺ നമുക്കിട്ട് പണിയൊരു പണി നിങ്ങൾക്ക് പഠിപ്പിച്ചാൽ അതും കൂടി നിങ്ങൾ ആലോചിച്ച് വെച്ചോളൂ. ഫോർ എക്സാമ്പിൾ, this person becomes so successful in selling groundnut oil in Amazon. He is getting a revenue of around 20 to 25 lakh rupees per day or per month. ഇയാളൊരു നല്ല സെറ്റപ്പിലാണ് നിൽക്കുന്നത് in spite of his cuttings. കുറെ കട്ടിങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. What Amazon, as an Amazon, I am an Amazon boss. What I will do? How?
How? No, I will go to your producer. I will talk to him. I will coerce him, threaten him to give best price. വേറെ പേരിലിറക്കും. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇതിനാണ് ഞാൻ അത് പറഞ്ഞത്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? If you are selling in Amazon, if you are selling in Zepto, if you are selling in Blinkit, please start your D2C channel. You should start a method where you should have direct to commerce channel നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഡയറക്റ്റ് ടു കൊമേഴ്സ് ചാനൽ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? യു ഷുഡ് ഹാവ് എ ലിവറേജ്. നിങ്ങൾക്ക് പോയിന്റ് കിട്ടിയ D2C ചാനൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലുള്ള ബെനിഫിറ്റ് എന്താണ്? യു വിൽ ഹാവ് എ ലിവറേജ്. എന്നിട്ട് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഒരു ബൈങ് കപ്പാസിറ്റി ഉണ്ട്, നിങ്ങൾക്ക് പീപ്പിളിൻ്റെ അണ്ടറുള്ള പവർ ഉണ്ട്. ഒരു കമ്പനിക്ക് നിങ്ങളെ നശിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ഡിമാൻഡിങ് ആയ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ജോബ് എന്താണ്? ഹി വിൽ ബി എ D2C എക്സ്പേർട്ട്. നിങ്ങളൊരു D2C എക്സ്പേർട്ടാണ്, ഡയറക്റ്റ് കൺസ്യൂമർ എക്സ്പേർട്ടാണ്. യു നോ ഹൗ ടു പ്ലേ വിത്ത് ഷോപ്പിഫൈ, യു നോ ഹൗ ടു പ്ലേ വിത്ത് മെറ്റ, യു നോ ഹൗ ടു കൺവിൻസ് ദ കസ്റ്റമർ ടു ബൈ. യു ആർ എ ഗുഡ് മീഡിയ ബയർ. മൈ ഡിയർ ഫ്രണ്ട്സ്, യു ആർ ഗോയിങ് ടു സാലറി ഇൻ ക്രോർസ്. ലാക്സ് അല്ല, നിങ്ങൾക്ക് കോടികൾ കിട്ടും. കാരണം എന്താ? യു നോ ഹൗ ടു മാനിപ്പുലേറ്റ് ദ മാർക്കറ്റ്. നിങ്ങൾക്ക് ആ പോയിന്റ് കിട്ടിയ? യു നോ ഹൗ ടു മാനിപ്പുലേറ്റ് ദ മാർക്കറ്റ്. അത് ഇനി സെപ്റ്റോയിലായാലും ശരി, ബ്ലിങ്കിറ്റിലായാലും ശരി, എവിടെ നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് എന്താ വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് ഇത്രയേ ഉള്ളൂ. ഇഫ് യു ആർ സ്റ്റാർട്ടിങ് എ സ്റ്റാർട്ടപ്പ്, ഞാൻ ആദ്യം പറഞ്ഞു യു ഹാവ് എ പേഴ്സണൽ വെബ്സൈറ്റ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് ടച്ച് പോയിന്റ്. രണ്ടാമത്തെ എന്താ പറഞ്ഞ്? ഇൻസ്റ്റാഗ്രാം വേണം, ഫേസ്ബുക്ക് വേണം, യൂട്യൂബ് വേണം, അല്ലേ? അപ്പൊ 4 ടച്ച് പോയിന്റ് അല്ലേ? അഞ്ചാമത്തത് എന്തായിരിക്കും? യു ഷുഡ് ഹാവ് എ D2C വെബ്സൈറ്റ്. കിട്ടിയ? യു വിൽ ഹാവ് എ ഡയറക്റ്റ് ടു കൺസ്യൂമർ വെബ്സൈറ്റ്. അതും ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ ഗോഡ് സേക്ക് ഡോണ്ട് ഡു ദാറ്റ് ഇൻ വേർഡ്പ്രസ്. ഗോ ടു ഷോപ്പിഫൈ. ഇനി അവിടെ പൈസ കൊടുത്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായ? ബിക്കോസ് ഷോപ്പിഫൈ ഗിവ്സ് യു പ്രോപ്പർ ഡേറ്റ അറ്റ് എവറി ഇൻസ്റ്റൻസ്. ഇനി ആറാമത്തത് എന്തായിരിക്കും? ഇന്ത്യക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്താ? അതിന്റെ കാരണം എന്താ? ബിക്കോസ് ഇന്ത്യൻസ് never are interested to talk in crowd. If you are talking to me by face to face or personally, you are more comfortable. അല്ലേ? അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ വാട്സപ്പ് മാർക്കറ്റിംഗിന്റെ മാർക്കറ്റ് ഏതാണ്? ഇന്ത്യയിൽ. കിട്ടിയ? ഏതാണ്? അപ്പൊ ഞാൻ 6 ആയില്ലേ? ഇനി നെക്സ്റ്റ് SMS. SMS നിങ്ങൾ എന്ത് ചെയ്യണ്ട? അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം SMS ഈസ് ഓൾസോ എ വെരി ഗുഡ് വേ വേർ യു ക്യാൻ ഹാവ് എ ടച്ച് പോയിന്റ്. ഈ 7 ടച്ച് പോയിന്റുകൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്താ പറയേണ്ടി? കോർഡിനേറ്റ് ചെയ്ത് പിടിച്ചാൽ മാത്രമേ ഇന്ത്യയിൽ അഗ്രികൾച്ചർ സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്തുള്ളൂ? യു ക്യാൻ ഹാവ് ഗുഡ് മാർക്കറ്റ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന വെജിറ്റബിൾ ഏതാണെന്ന് ചോദിച്ചാൽ പൊട്ടാറ്റോ, ഓണിയൻ. ഇദ്ദേഹം പറഞ്ഞു കറക്റ്റ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് റോബസ്റ്റ എന്നല്ല എന്ന് പറയാം. റോബസ്റ്റ പ്ലസ് പനാമ ബനാന. അതെന്തായാലും പറയാം ചിക്കീറ്റ എന്നു സാർ. ഇപ്പം അത് നാഗാലാൻഡിൽ നിന്നും മിസോറാമിൽ നിന്നൊക്കെ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു തുടങ്ങുന്നത് ഒരു യെല്ലോ കളർ. അതിനെന്താ പറയുക? നിങ്ങളതിന് ഓക്കെ, അതിന് ഗൾഫിലൊക്കെ പറയാം ചിക്കീറ്റ എന്നാണ്. അങ്ങനെ അവിടെ അതാ പേര് പറയുക. കാരണം എന്താ വെച്ചാൽ അവിടെ കൂടുതൽ അത് വരുന്നത് പനാമയെന്നും നിക്കറാഗുവെന്നുമാണ് ആ സാധനം. ഓക്കെ, ഇറ്റ്സ് കോൾഡ് ദർ ചിക്കീറ്റ. ഇവിടെ എങ്ങനെ പറയാം? യെല്ലോ റോബസ്റ്റ. സോറി, ഇക്ക അറിയില്ല. അപ്പൊ ഞാൻ ഇനി മുതൽ യെല്ലോ റോബസ്റ്റ. ഓക്കെ. 2. ബട്ട് ദ സ്റ്റാർ ഓഫ് എവറി ഫ്രൂട്ട് ഇസ് മാംഗോ. So if you are an Am Panna cultivator, okay, and let me ask you one thing: how many varieties of mangoes are there in India? 375 types of mango are there in India. The world's most exotic mango is Miyazaki in Japan. But the most tasteful is Alfonso in India. Miyazaki is just a market. Appo ningalku manasilayi, you have a garbage product also. You can tell craft a beautiful story, position it very well, and oru secret undu sir. Adu koodi njan nirtha. Limited quantity.
Don't produce in bulk. എന്നിട്ട് പറയാം, ഓ മൈ ഗോഡ് ഇതിങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ മൈ ഗോഡ് ഒന്ന് കഴിച്ചോക്കാം. എനിക്ക് തോന്നി ആദ്യം ഇത് കണ്ടപ്പോൾ 1,00,000 രൂപയുടെ, ഞാൻ അങ്ങനെ എൻ്റെ മദറിനോട് ചെന്നിട്ട് അങ്ങനെ 1,00,000 രൂപയുടെ മാങ്ങുണ്ട്, എന്താ മാങ്ങ മേടിക്കണ്ട, അത് കഴിക്കാനുള്ള ഇടത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല. കാരണം എന്താ, 1,00,000 രൂപയുടെ മാങ്ങ 1 കിലോക്ക്, പിന്നെ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് വരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് എന്താ, ദി മോസ്റ്റ് ടേസ്റ്റ്ഫുൾ മാംഗോ ഇൻ അവർ ഹോൾ എർത്ത് ഈസ് ഫ്രം ഇന്ത്യ. അത് കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാന്റെ, പിന്നെ ബംഗ്ലാദേശിന്റെ ആ ഒരു ഹ്യൂമിഡ് റീജിയൻ ഉണ്ടല്ലോ, പക്ഷെ ഇന്ത്യയിലാണ് ഏറ്റവും നല്ല. അപ്പൊ ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് എ ബിസിനസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് യു വാണ്ട് ടു സെൽ ദാറ്റ് പ്രൊഡ്യൂസ് 365 days, വാട്ട് യു ക്യാൻ ഡു ഇസ് യു ക്യാൻ ലുക്ക് ഫോർ മാംഗോ ആൻഡ് പ്രൊഡ്യൂസ് എന്താണ് ആഡ് ഓൺ പ്രൊഡക്ട്സ് വിത്ത് മാംഗോ. നിങ്ങൾ കണ്ണൂർ ഭാഗത്തൊരു ഒരു ഡെലിക്കസി അറിയോ, വിച്ച് ഇസ് കോൾഡ് പാൽവാഴക്ക. പാൽവാഴക്ക, ഇറ്റ്സ് കോൾഡ് ഒരു നോ ഇറ്റ്സ് ലൈക്ക്, അതെന്താ സംഭവിച്ചാൽ എവറി ഓണ്ടർപ്രണർ ഓർ എവറി ബിസിനസ് കംസ് ഫ്രം സം സർക്കംസ്റ്റാൻസസ്. ഇതെന്താ സംഭവിച്ചാൽ ഇറ്റ്സ് യു ടേക്ക് എ ബനാന, യു ഡ്രൈ ഇറ്റ് അപ്പ്, ഇറ്റ്സ് വാട്ടർ ഇസ് റെഡ്യൂസ്ഡ്, ഇറ്റ് ബിക്കംസ് എ പൾപ്പ്, യു സ്മാഷ് ഇറ്റ് ആൻഡ് പുട്ട് ജാഗറി, കുരുമുളക് ആൻഡ് സംതിങ്, ആൻഡ് വിച്ച് ഇസ് എ ഡെലിക്കസി. ഞാൻ പറഞ്ഞു ഇറ്റ് സെൽസ് ഫോർ അറൌണ്ട് 10 crores. That is the power of social media. That's the power of digital marketing for agriculture. നിങ്ങൾക്ക് ലോജിക്ക് കിട്ടിയ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചോളൂ, ഞാൻ ആൻസർ പറയാം. How was the session? Okay, you asked me question. ഉറപ്പായും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടെന്നറിയാം. So can we please start? മൈക്ക് ഒന്ന് പാസ് ഓൺ ചെയ്യാമോ? നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, പക്ഷേ it will be better if one of you started ASAP. ആദ്യത്തെ ചോദ്യം മൈക്ക് ഇവിടെ കൊടുക്കാമോ, മുന്നിലേക്ക് പ്ലീസ്. താങ്ക് യു. Yes. There is a question from here. Right. So according, based on your experience, which are the products that can be easily marketed in India from the agri side? അഗ്രി സൈഡ് ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യാന്ന് വെച്ചാൽ പാക്കേജ്ഡ് ഫുഡ്സിനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. ഓക്കെ, പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഓബ്സ്റ്റക്കിൾ ഉള്ളതും പാക്കേജ്ഡ് ഫുഡ്സിനാണ്. എന്താ കാരണം? ദ നമ്പർ 1 പ്രോബ്ലം ഇൻ ഇന്ത്യ ഇസ് ലോജിസ്റ്റിക്കൽ മാനൂവറിംഗ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അതാണ് റീസൺ. ബട്ട് പിന്നെ രണ്ടാമത്തെ റീസൺ ഇസ് കോൾഡ് സ്റ്റോറേജ്. നിങ്ങൾ ആ ചോദ്യം ചോദിച്ചത് നന്നായി. കോൾഡ് സ്റ്റോറേജ് ആസ് എ സർവീസ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഇപ്പൊ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സോ മൈ പ്രിഫറൻസ് വിൽ ബി ബീൻസ്, സ്പ്രൗട്ട്സ്, ഐസ്ബർഗ് ലെറ്റ്യൂസ്, മാംഗോസ്റ്റീൻ. ഓക്കെ, മാംഗോ, അത് മറ്റേ ദാലുകൾ, പരിപ്പുകൾ. There is a company called Snowman, and there are other companies also. They are into cold chain. So the problem with this is different vegetables require different temperatures. Absolutely. പിന്നെ അതിന് വേറെ കണ്ട് മൈനസ് എത്ര പെർസെന്റേജിലേക്ക് എത്തിക്കണം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ചിക്കീറ്റയുടെ ഒരു കഥ പറയാം, വിച്ച് മാഡം കോൾഡ് ആസ് യെല്ലോ റോബസ്റ്റ. ഓക്കെ, ഈ സാധനം ലൂലു ഹൈപ്പർ മാർക്കറ്റിൽ ഓർ ഇൻ ദ ഹൈപ്പർ മാർക്കറ്റ്സ് ഇൻ UAE, വാട്ട് ദേ ഡു ഇസ് അവര് -72 ഡിഗ്രിയിലേക്ക് ഈ സാധനത്തിന് ചില്ല് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അത് കട്ട് ചെയ്യുക എങ്ങനെയെന്ന് അറിയോ? ഈ പിന്നെ ഒരു കവർ കയറ്റുക, താഴത്തുനിന്ന് ഒരു കവർ മുകളിലേക്ക് കയറ്റും, ദെൻ ദേ ടൈറ്റ്, എന്നിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് കട്ട് ചെയ്യും, ആൻഡ് ഒരാൾ അയാളെ ചുമലിലേക്ക് ഇതിനെ ഇറക്കി സപ്പോർട്ട് ചെയ്തിട്ട് അതിനെ കൊണ്ടുവരും. ആൻഡ് ദേ കട്ട് ഇൻ ടു പീസസ് ആൻഡ് ദേ ഡിപ്പ് ഇൻ സം ഹോർമോൺ. എന്തോ ഒരു ഹോർമോണിലാണ്. അതെന്തിനാണെന്നറിയോ? വിച്ച് ഫ്രീസസ് ദ റൈപ്പനിങ് പ്രോസസ്. ഓക്കെ, ഇതാണ് ഇതിന്റെ സയൻസ്, ഇതിന് ആവശ്യമാണ്. ദെൻ വാട്ട് ദേ ഡു ഇസ് ദേ എക്സ്പോർട്ട് ഇറ്റ്, ബ്രിങ് ഇറ്റ് ടു -72 ഡിഗ്രി. മീനാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. മീനിന്റെ ഫിഷ് ആണ്, നമ്മളിപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഫിഷ് വിട്ടുപോയിക്കണ്. ഫിഷ് ഇസ് എ ബ്ലഡി ബിസിനസ്. ലെറ്റ് മീ ടെൽ യു, ഫിഷ് ഇസ് എ ബ്ലഡി ബിസിനസ് ഇൻ ഇന്ത്യ, ആൻഡ് ദ നമ്പർ 1 പ്രൊഡ്യൂസ് ഫ്രം ഇന്ത്യ വിൽ ബി എ ഫിഷ് കോൾഡ് റോഹു. അറിയോ?
I am from marine science പിന്നെ department. So ഓവർ പറയണ്ട. ഓക്കെ, റോഹു, പിന്നെ ക്രസ്റ്റേഷ്യൻസ്, ശ്രിംസ്, പിന്നെ ലോബ്സ്റ്റർ, പിന്നെ ടൈഗർ, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇവരെന്താ വെച്ചാൽ -72 ഡിഗ്രിയിലേക്ക് ഇതിനെത്തിക്കും. ഇവർക്ക് ഈ സാധനം സൂപ്പർ മാർക്കറ്റിലേക്ക് വിൽക്കാൻ എത്തുന്നതിന്റെ 3 ദിവസം മുന്നേ ഈ സാധനം പുറത്തെടുക്കും. അഗെയിൻ ദേ ഡിപ്പ് ഇറ്റ് ഇൻ ദിസ് ആൻഡ് സെൽ. അപ്പൊ ഇവിടെ ഈ സയൻസ് ആവശ്യമാണ്, അത് നിർബന്ധമാണ്. ഇതിപ്പോ ഞാനൊരു പ്രാഥമിക ബിസിനസ്സുകാരന്റെ മൈൻഡിലാണ് പറഞ്ഞത്. അതിന്റെ ഉള്ളിലേക്കുള്ള ശാസ്ത്രം എനിക്ക് അറിയില്ല. യു ആർ ഫ്രം ഫിഷ്? I studied fisheries and I teach marine science in Jain. ഓക്കെ, ഫൈൻ, താങ്ക് യു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. സാർ വെബ്സൈറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ ഡോണ്ട് ഡു ഇറ്റ് ഇൻ വേർഡ്പ്രസ് ഓർ ഡോണ്ട് ഡു ഇറ്റ് ഇൻ ഷോപ്പിഫൈ എന്ന് പറഞ്ഞു. നോ ഷോപ്പിഫൈ ഓൺലി. ഷോപ്പിഫൈ ഓൺലി. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. വേർഡ്പ്രസ് നോ, ഷോപ്പിഫൈ. ഷോപ്പിഫൈ എന്നാ ഞാൻ പറയാം. ഇഫ് യു വാണ്ട് ടു ഹാവ് എ D2C സ്റ്റാർട്ടപ്പ്, definitely you should go for Shopify. Don't go for Magento, don't go for some Ninja Cart or Instacart or da. Go for Shopify. But Shopify, there is a cut. Ndaikote, what you have to do is, as a person who knows marketing, you have to ayala chumalilekku adu vechudukkanam. So the customer should brand the pain. But he should not understand that you are giving him pain. അത് ചിന്തിച്ചാൽ മതി. സാർ ഒത്തിരി സക്സസ്ഫുൾ ആയ സ്റ്റാർട്ടപ്പിന്റെ സ്റ്റോറീസ് ഒക്കെ ഇതിൽ പറഞ്ഞു. അപ്പോ സാറ് കുറെ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടാവല്ലോ, നല്ല പൊട്ടൻഷ്യലി പോവാൻ സാധ്യത ഉണ്ടായിരുന്നു, എന്നിട്ട് അത് ഫെയിൽ ആയി പോയ ഒന്ന് സാറ് നോട്ട് ചെയ്ത 1-2 അഗ്രികൾച്ചറിലാണോ? എനിന്ന് എന്റെ സ്റ്റാർട്ടപ്പിന് ഒന്ന് ഐ എം എ പേഴ്സൺ. ഞാനിപ്പോ എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഞാനിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെന്റർ ആയിട്ടാണ് ഇവിടെ വന്നത്. ബട്ട് ഐ വുഡ് ബി വെരി ഹാപ്പി ഇഫ് ഐ ഹാവ് കം ഹിയർ ആസ് എ സക്സസ്ഫുൾ സ്റ്റാർട്ടപ്പ് മാൻ. കാരണം ഞാൻ അതിന് വേണ്ടി ഇട്ട എഫേർട്ട് ചെറുതല്ല. ഐ വാസ് സെലക്ടഡ് ടു 500 സ്റ്റാർട്ടപ്സ് ഇൻ US. ഓക്കെ, ഐ വാസ് സെലക്ടഡ് ടു സെക്കൻഡ് റൗണ്ട് ഓഫ് Y Combinator, ബട്ട് ഐ വാസ് റിജക്റ്റഡ്. Y Combinatorലാണ് ഞാൻ റിജക്റ്റഡ് ആണ്, ബട്ട് ഐ വാസ് സെലക്ടഡ് ആസ് ദ സെക്കൻഡ് റൗണ്ട് വരെ എത്തി. ഐ വാസ് ഗിവൺ ദ അവാർഡ് ഫ്രം UK ഗവൺമെന്റ് to as the most promising and mental thinking in that area. കാരണം 2016 people are right now talking about AI. I was thinking about AI and sleeping about AI in 2015. I was learning machine learning systems. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ സുഹൃത്തുക്കളെ കാണുന്ന AI ഒന്നും AI അല്ല, ഇത് വെറും നാടകമാണ്. ദിസ് ഇസ് പ്യുവർ ഡ്രാമ. ഇപ്പൊ നിങ്ങൾ ഡീപ് സീക്ക് എന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് മറുകയ ഒരു മറുകയില്ല. കാരണം എന്താ വെച്ചാൽ ഇറ്റ് ഇസ് സിമ്പിൾ ട്രാൻസ്ഫോമർക്ക് ലേബലിംഗ് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, യുവർ നെയിം ഇസ് നിസാം, ഐ ടോട്ട് നിസാം ഇൻ ദിസ് വേ. ഡോക്ടർ നിസാം. ഓക്കെ, നിസാം എന്ന് പറയാം. നമ്മളിപ്പോ തൽക്കാലം നിസാം എന്ന് പറയാം. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ChatGPT നിസാമിന് ഒന്നത് വലുതാക്കും, ബൾജി നിസാം എന്നാക്കും. ജെമിനി ആവുമ്പോ ബൾജി നിസാം വിത്ത് 5 hands എന്നാക്കും. സോ ഹി വിൽ ബി ഹാവിംഗ് കപ്പാസിറ്റി ടു പ്രോസസ് 5 things വിത്ത് 5 hands. ഇങ്ങനെ ഉള്ളൂ. പക്ഷെ ഡീപ് സീക്ക് ചെയ്തത് എന്താണെന്നറിയോ? ഡീപ് സീക്ക് ട്രാൻസ്ഫോമർ ഒരു സ്ഥലത്ത് ലിമിറ്റഡ് ആക്കി. ആൻഡ് ദേ ഗേവ് എൻ ഇന്നോവേറ്റീവ് വേ to think like a human. ആ സിസ്റ്റമാണ് ഡീപ് സീക്ക് കൊണ്ടുവന്നത്. ദാറ്റ്സ് വൈ ദ റെഡ്യൂസ്ഡ് their pricing amount. അപ്പോൾ ഒന്നത്. പിന്നെ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് പറയണമെങ്കിൽ, ഐ നോ എ ഗായ് ഹു വാസ് ഇൻ ടു സൈബർ ഫോറൻസിക്സ്. ഓക്കെ, സൈബർ ഫോറൻസിക്സിൽ ഇവിടെ നമ്മുടെ വിപ്രോവും ഒക്കെ അവരോട് പറഞ്ഞതാണ് ദാറ്റ് വി ക്യാൻ കൊലാബറേറ്റ് വിത്ത് വിപ്രോ അല്ല, സോറി, ഇൻഫോസിസ്. ബട്ട് ദാറ്റ് ഓൾസോ അവർ അന്ന് കൊണ്ടുവന്ന് ഹ്യൂറിസ്റ്റിക് പാറ്റേൺ പഠിക്കുക എന്നുള്ളതായിരുന്നു. ബട്ട് ദാറ്റ് ഓൾസോ ഫെയിൽ. ഇങ്ങനെ കുറെ സ്റ്റാർട്ടപ്പ്. ഇനി ഞാനിപ്പോ നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് പറയാം, വാട്ട് ഈസ് ദ നമ്പർ 1 ഫാക്ടർ ഓഫ് ഫെയിലിയർ ഓഫ് സ്റ്റാർട്ടപ്സ് ഇൻ കേരള? എൻ്റെ അടുത്തൊരു ഫണ്ടർ പറഞ്ഞത് എന്താണെന്ന് അറിയോ? ഭയ്യ തും നോർത്ത് ഇന്ത്യ സെ നഹി ഹോ ആൻഡ് യു ഡോണ്ട് ഹാവ് എ പേഴ്സൺ ഫ്രം IIM or IIT in your team. If you had that, എനിക്ക് തോന്നുന്നു ചുരുങ്ങിയത് 1,000 കോടി ആസ്തി എനിക്കുണ്ടോ. കാരണം എന്താ വെച്ചാല്, സ്റ്റാർട്ടപ്പിന് വെറും പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് കാര്യമില്ല. You should know how to position yourself. Yes, you should know how to position yourself, and you should have some people who are very superior to you. നിങ്ങളെക്കാട്ടും ബുദ്ധിയുള്ളവർ നിങ്ങളെ കൂടെ വേണം. നിങ്ങളെ കൂടെ കുറെ, നിങ്ങൾ ഒരു റോൾ മോഡൽ ആവരുത് അവിടെ. നിങ്ങൾ അവരെ പേടിച്ച് ജീവിക്കണം. ദീസ് പീപ്പിൾ ഹു ആർ വിത്ത് യു, ബട്ട് ദേ ഷുഡ് റെസ്പെക്ട് യു. അതാ ഞാൻ ആദ്യം ക്ലാസ് തുടങ്ങുമ്പോൾ പറഞ്ഞൊരു പോയിന്റ്. പീപ്പിൾ ഷുഡ് ഗ്രിൽ യു. നമ്മളുടെ ലത്തീഫ് സാർ, സൂപ്പർ സാർ എന്ന് പറഞ്ഞ ഉറപ്പിച്ചു നിങ്ങളുടെ വളർച്ച അവിടെ ചത്തു, അന്ന് തീർന്നു. ഞാനത് ഇവരോടൊക്കെ പറയും, എന്റെ കൂടെ നിങ്ങൾ ഇന്നെങ്ങനെ ഇരുന്നിട്ട് പൊക്കി അടിക്കണ്ട, പാറ്റ് ചെയ്യണ്ട, ഡോണ്ട് പാറ്റ് മൈ ഓൺ ബൈ ബാക്ക്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഐ ആം എ സൂപ്പർമാൻ എന്ന് തോന്നി, അന്ന് തീർന്നു. ബട്ട് ഇഫ് യു ഗ്രിൽ മീ
എങ്ങനെ കൺസ്ട്രക്റ്റീവ്ലി വിത്തൗട്ട് ഇൻസൾട്ടിങ് മീ. ഇൻസൾട്ടും ചെയ്യരുത്. ഓക്കെ, ആ ആണെങ്കിൽ നമ്മൾ വളരുന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അപ്പൊ സ്റ്റാർട്ടപ്പിന്റെ പരാജയപ്പെട്ടത് പറയണമെങ്കിൽ ഒരുപാട് പറയണ്ട് സാർ. ഒരുപാട് ഹെൽത്തില് സ്റ്റാർട്ടപ്സിന് പോസിബിലിറ്റീസ്, സ്റ്റാർട്ടപ്സിന് പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ നല്ല ചോദ്യമാണത്. ഹെൽത്തിൽ ഇപ്പോ 2 സെഗ്മെന്റിനാണ് ഏറ്റവും പോസിബിലിറ്റി. അത് ഏതാണെന്നറിയോ? ഒന്ന്, മനുഷ്യന്മാർക്ക് മനസ്സിന് ഒരു സുഖമില്ല. സോ ദ നമ്പർ 1 പ്രോമിസിങ് സ്റ്റാർട്ടപ്പ് ഏതിലാണ്? മെന്റൽ ഹെൽത്ത്. ഇനി അടുത്തത് എന്തായിരിക്കും? വെൽനസ് അല്ല, അത് ഒന്നും കൂടി റിഫൈൻ ചെയ്തേ. ലെറ്റ് മീ ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ. What is the number 1 factor in a human body for diseases becoming so old very soon? Patterns of diseases which comes to you very early, onset of death, cognitive disability. What is the reason? lifestyle, No. gut health, No. diet, nutrition. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞുതരാം. ഒരിക്കൽ എൻ്റെ വൈഫ്, ഷീസ് എ പ്രൊഫസർ ഇൻ കോളേജ്, ഷീ സേഡ് ടു മീ, ഐ എം മെന്റലി വെരി ഡിസ്റ്റർബ്. ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ അവൾ ഇന്നെക്കാട്ടിയും കുറച്ചും കൂടി കമാൻഡിങ് എടുക്കുന്ന ഒരാളുമാണ്. ടീച്ചറാണല്ലോ, ഞാനൊക്കെ ഗതിക മറ്റേ ഇന്ന് ഡിഫറെന്റ് റൂട്ട് ടീച്ചറായിരുന്നു. പക്ഷെ ഇവൾക്കൊരു യഥാർത്ഥ ടീച്ചർ സ്വഭാവമുള്ള ഉള്ളിലുണ്ട്. സോ ഇവൾ അങ്ങനെയാണ്. സോ വൺ ഡേ ഷീ കെയിം ടു മീ ആൻഡ് സെഡ് ദാറ്റ് ഐ എം മെന്റലി വെരി ഡിസ്റ്റർബ്. അപ്പൊ ഞാൻ ഇവളെ മുഖത്തിന് നോക്കിയപ്പോൾ, വാട്ട് ഹാപ്പൻ ടു യു? കാരണം നിനക്ക് സാലറി ഉണ്ട്, അവള് ആകെ അച്ഛൻ്റെയും അമ്മയുടെയും 2 പെൺകുട്ടികളിൽ മൂത്ത ആളാണ്, വീട്ടിൽ അവൾ മാത്രമേ ഒറ്റക്കുള്ളൂ ഇപ്പോൾ. ആൻഡ് സിസ്റ്റർ, യങ്ങർ sister is in Dubai. So very happy family ആണ്. She said, I'm very disturbed. What happened? I'm seriously disturbed. I asked her, do you have panic attack? She said yes, എനിക്ക് പാനിക് അറ്റാക്ക് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, കുട്ടികൾ വല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ടോ, ഓർ ടീച്ചർമാർ ബുദ്ധിമുട്ടിയിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ പല ചോദ്യങ്ങളും ഞാൻ ചോദിക്കാൻ തുടങ്ങി. ഐ നോ മെഡിസിൻ വെരി വെൽ. എനിക്കത് അറിയാം വളരെ നന്നായിട്ട്. ഞാൻ റിസർച്ച്, എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുത്താൽ നിങ്ങൾക്ക് അറിയാം ഇയാൾ ഡോക്ടറാണോ എന്ന് സംശയിക്കുക. കാരണം അത്രത്തോളം ഞാൻ അത് പഠിക്കുന്ന ആളാണ്. I study about women health, mental health, ഇതൊക്കെ കാര്യമായിട്ട് പഠിക്കുന്ന മനുഷ്യനാണ്. She said, I have some problem. ഞാൻ പറഞ്ഞു, ഒരു മിനിറ്റ്, you sleep now and we will go to one place tomorrow. അപ്പോൾ ഇവളെടുത്തേക്ക് ഓക്കെ, നിങ്ങൾ എവിടേക്കാ കൊണ്ടുപോകുന്നു? You are taking to me a psychiatrist first. No, I am not going to your psychiatrist. നമുക്ക് ലാബിൽ പോവാം. She said, okay. ബ്ലഡ് കൊടുക്കുന്നത് ഇപ്പോൾ എന്നോട് എടുത്തേക്ക് ഇപ്പോൾ ഗ്രാൻഡ് മദർ ക്യാൻസർ ഒന്നും നിങ്ങൾ എന്തായി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? കാരണം എനിക്കിത് അറിയാലോ. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, നോക്കിക്കോ, എനിക്ക് വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്ത് ഇവൾക്ക് ഇത് 6 ഇത് ചുരുങ്ങിയത് 35 മുകളിൽ വേണം. ഓക്കെ, ഇത് കണ്ടേക്ക് ഞാൻ പറഞ്ഞു രക്ഷപ്പെട്ട് നമ്മളോട്. ഞാൻ പറഞ്ഞു രക്ഷപ്പെട്ട് നമ്മൾ ഇന്ന് നമുക്ക് പോയിട്ട് ചിക്കനൊക്കെ തിന്ന് പ്രശ്നമൊന്നുമില്ല. ഈ ഒരു കാര്യം ചെയ്ത് 4 ആഴ്ച വിറ്റാമിൻ ഡി കഴിക്കുന്നത്. സ്റ്റോറി അവിടെ അല്ല രസം. അങ്ങനെ ഇവൾക്ക് ഇത് ഓക്കെ. എൻ്റെ മകൾക്ക് ഇതുപോലൊരു പ്രശ്നമാണ്. ഷീ ഈസ് 11 years old. She has some sort of disturbance in school. Bari, when you sit there, I know how to handle. നേരെ ഇവിടെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തൊക്കെ കുട്ടിക്ക് 3 ഓൺ ദ സ്പോട്ട് കുട്ടി 2 ഗുളിക കഴിച്ചു. ഐ ആം എ സൂപ്പർ ലേഡി, നോ ഡാഡ്, ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ദ നമ്പർ 1 ഏരിയ വേർ യു കൻ പ്ലേസ് ന്യൂട്രീഷൻ. ഇനി അടുത്തത് ഗട്ട് ഹെൽത്ത്. അടുത്തതോ ബ്ലഡ് മാർക്കേഴ്സ്. യൂസിങ് ജീനോം ടെസ്റ്റിംഗ്, ജീനോം സീക്വൻസിങ്, ബ്ലഡ് മാർക്കേഴ്സ്. നിങ്ങൾക്കറിയാം എന്ന് ക്യാൻസർ വരും, അത് കണ്ടുപിടിക്കാൻ വഴിയുണ്ട്. നിങ്ങൾക്ക് എന്നറിയാന്നറിഞ്ഞ് അതിനെക്കാട്ടിയും വലിയ കോമഡി ഉണ്ട്. ഇപ്പൊ ചൈനക്കാരൊരു പുതിയ സാധനം കണ്ടെത്തി. നോട്ട് ചൈന, ഇൻ US, യൂസിങ് ChatGPT we can identify, using a snake bite, what type of protein marker can be given to you for എന്താ പറഞ്ഞ ഈ നിങ്ങൾക്ക് കയറിയ വിഷത്തിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യും. IBM വാട്സൺ അതൊന്നും വേണ്ട.
അതൊക്കെ ജസ്റ്റ് ഗിമ്മിക്കാണ്. അങ്ങനെ പല വാട്സപ്പ് ഇറങ്ങും. സി ദിസ് ഇസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞ 2 things you should look into. One thing will be pure science. Okay, you should, നിങ്ങൾ ഒരു ടൂള് കേട്ടിട്ടുണ്ടോ, ഹുമാട്ട? നോ. ഹുമാട്ട is a AI tool which can give you insight about any research paper. You give a research paper to that Humata, it will give you concise data. അറിയില്ല, എനിക്കറിയില്ല, ഞാൻ നോക്കില്ല. There are Humata. May I interrupt before the last question? I'm like, we are running out of time because like നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. പക്ഷെ സമയം ഇപ്പോൾ 1.25 മണിക്കൂർ. I was just saying, if anybody has some last questions, okay. Please make sure you ask it. ഹുമാട്ട എന്ന് പറഞ്ഞ ടൂളാണ്. ഹുമാട്ട മാത്രമൊന്നല്ല, ഞാൻ എന്നായിട്ട് കണക്റ്റഡ് ആവുകയാണെങ്കിൽ ഐ വിൽ ഗിവ് യു സം ടൂൾസ് ഓൾസോ വിച്ച് ദ ബെനിഫിറ്റ് എന്താ വെച്ചാൽ, നിങ്ങൾ ഏത്, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ someone has a cognitive disability, special type, okay, you give that problem, it will give you correct research papers which has been published on that. Okay, now last question. Yes, സാറ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി പറഞ്ഞപ്പം കുറേയേറെ കാര്യങ്ങൾ ലൈക്ക് പെയിൻ പോയിന്റ്സ്, ടച്ച് പോയിന്റ്സ്, ലൈക്ക് ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് ഇവൻ ഈ നമ്മൾ ഈ ഹാളിൽ ഇരിക്കുന്നവർ ഇത്രയും പേര് എന്റെ കോമ്പറ്റീറ്റേഴ്സ് ആണെങ്കിൽ ഇവർ ഇത്രയും പേരും ഇതേ സ്ട്രാറ്റജി ഞാൻ ഉൾപ്പെടെയുള്ളവർ ചെയ്യുമ്പോൾ എങ്ങനെ എനിക്ക് കറന്റ് ട്രെൻഡ് അനുസരിച്ച് യുണീക്ക് ആയിട്ട് മാറാം എന്നതിന് എന്തെങ്കിലും ഒരു ടിപ്പ്? Be true to yourself. Don't worry. If 10,000 people are sitting here, 10,000 people at the first instance 3 weeks, they will copy you. Within 1 week, 70% will be dead. ഒരു ടെൻഷനും വേണ്ട. Be true to yourself. You position yourself very clearly. Tell them, ഇപ്പൊ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കണം, what do you do? I say, I consult for companies. I am a strategist. I am a growth marketer. വേറൊരു കാര്യം ഞാൻ സംസാരിക്കില്ല. If someone says about WordPress, I say, brother, I don't know. എനിക്കറിയെങ്കിൽ ഞാൻ പറയും, I keep quiet. ഇത് ചെയ്താൽ മതി. It's very simple, man. അത് ടെൻഷനൊന്നുമില്ല. It can be done. so I hope that like the questions are done with. ഇല്ലല്ലോ. Okay, ഇനി എന്തെങ്കിലും questions ഉണ്ടെന്നുണ്ടെങ്കിലും here we have his entire contact details. Feel free to contact him. I suppose it's your space to say. I'm not interfering. Please go ahead, sir. 1 മണിക്കൂർ സംസാരിക്കാൻ വന്ന ഞാൻ, I think so I talked about 2 hours. 2.5 hours. എത്ര സംസാരിച്ചു? 2 മണിക്കൂർ കടന്ന. 2 hours, sir. Okay. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, I don't know how many numbers are in this room, but that numbers are very much, 2 things, are fascinated about my words. Above all, you are interested in this topic. Okay. I feel very humbled again. കാരണം എന്താ വെച്ചാൽ, ദൈവമാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഓരോ വ്യക്തികൾക്ക് തരുന്നത്. പ്ലീസ്, നിങ്ങൾക്ക് വിജ്ഞാനം എത്രത്തോളം കൂടുന്നോ നിങ്ങൾ അത്രത്തോളം തല താഴ്ത്താൻ നിന്നുള്ളൂ. നിങ്ങൾക്ക് എത്രത്തോളം വിജ്ഞാനം കൂടുന്നു, എത്രത്തോളം ജനങ്ങൾ നിങ്ങളെ ബാക്കിലുണ്ടോ, നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത് ഞാൻ വലിയ സംഭവമായിക്കണമെന്ന് തോന്നണ്ട. തോന്നി അന്ന് നിങ്ങളുടെ പണി ചെയ്യും. അത്രേ ഉള്ളൂ. താങ്ക് യു. യെസ്, താഴ്ന്നാൽ മാത്രമേ പൊന്തുള്ളൂ, അല്ലെങ്കിൽ പോവില്ല. Thank you so much, sir. 2 hours. പക്ഷെ ആ 2 hours എങ്ങനെ പോയി ഇവിടെ ഇരുന്ന് ആരും തന്നെ അറിഞ്ഞിട്ടില്ല. ഇറ്റ് ഈസ് എ 6th day of the summit future. പക്ഷെ എനിക്ക് തോന്നുന്നു one of the most happiest, the most engaging, most active sessions, it was definitely this. Each minute was worthwhile. Thank you. So once again, let us all burst into a big round of applause for Mr. Abdul Latheef, the Chief Marketing Officer. And may I now humbly request Dr. Radhakrishnan, our respected Director of Finance and Strategy, Jain University, to kindly hand over a token of love and appreciation to Mr. Abdul Latheef for such an enriching and such an enlightening session. Kindly accept a welcome gift as well from our side, please. Thank you so much once again, Mr. Abdul Latheef. We are looking forward to listening more from you, maybe in some other conference, again co-hosted by Jain University. Thank you so much, sir. And with that, നമ്മുടെ lunch break ന് വേണ്ടിയിട്ട് we are taking a small break. Exactly 2 മണിക്ക് ഇതുപോലെ മറ്റൊരു impactful session ആയിട്ട് we will meet again. Thank you so much.